മോട്ടർ പമ്പല്ല മോട്ടർ അല്ലല്ല മോട്ടർ നമ്മൾ വെള്ളം അടിച്ച് മറ്റേ ഫോൺ സെറ്റ് ചെയ്യുമ്പോഴേ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലത്തേക്കായിട്ട് കുറച്ച് അലങ്കാര മത്സ്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് മീനുകളെയൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് KS അക്വേറിയത്തിന് മുന്നിലാണ്. ആ വഴി ഞങ്ങൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്വേറിയം വന്നിട്ട് ട്രിവാൻഡ്രം വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് ജഗതിയിലേക്ക് പോകുന്ന വഴി തിരിയുമ്പോൾ MP അപ്പൻ റോഡുണ്ട്. അവിടെയാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മീൻ അമ്മാവൻ അക്വേറിയം എന്നും ഇവിടം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ. നമ്മൾ കുറച്ച് മീനുകളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അക്വേറിയത്തിനകത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് ആസ്വദിച്ച് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒത്തിരി ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് അമർത്തി അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മീനുകളുടെ പേരൊക്കെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഞങ്ങൾ കാണാത്ത ഒരുപാട് മീനുകളെ ഇവിടെ കാണാൻ സാധിച്ചു. എന്ത് ഭംഗിയാണ് ഓരോ മീനിനെ കാണാനായിട്ട്. അവയെ കണ്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള അത്ര മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയായിരുന്നു ഈ അക്വേറിയത്തിനകത്ത് കയറിയപ്പോൾ നമുക്ക് ഉണ്ടായത്. പിന്നെ ഞങ്ങൾ കുറച്ച് മീനെ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. ഇവിടെ കൂടുതലും ഹോൾസെയിലായിട്ട് വന്ന് മീനുകൾ വാങ്ങുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ലാഭകരം എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുറച്ച് മീൻ വാങ്ങിക്കുന്നവർക്ക് റേറ്റൊക്കെ കൂടുതലായിരിക്കും. കാരണം നമുക്ക് അത്ര വില കുറവായിട്ട് തോന്നിയില്ല. നല്ല അത്യാവശ്യം റേറ്റുള്ള മീനുകളായിരുന്നു കേട്ടോ എല്ലാം. ഞങ്ങൾ ഏകദേശം ഒരു 600 രൂപയ്ക്ക് അകത്താണ് ഞങ്ങൾ മീൻ വാങ്ങിയത്. ചെറിയ മീനാണ്, എന്നാലും റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ വന്ന് വാങ്ങാനാണ് കേട്ടോ നല്ലത്. അപ്പോൾ നിങ്ങൾ ഈ സുന്ദരക്കുട്ടനെ കണ്ടോ? ഇവൻ്റെ പേരാണ് ഗൗരാമി, ജയൻ്റ് ഗൗരാമി എന്ന് പറയുന്നത് കേട്ടോ. എന്ത് ഭംഗിയാണല്ലേ ഇവനെ കാണാനായിട്ട്. കൂട് കൂട്ടി മുട്ടയിടുകയും ആ മുട്ടകൾക്ക് 3 ആഴ്ചയോളം കാവൽ നിൽക്കുകയും ചെയ്ത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഗൗരാമികൾ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇവരെങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചാലും ഏകദേശം 30 മുതൽ 40% മാത്രമേ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇവരെ ഒന്ന് നോക്കിക്കേ, എന്ത് ഭംഗിയാണല്ലേ ഇവരെ കാണാനായിട്ട്. നല്ല നീല നിറത്തിലാണ് ഇവരെ കാണുന്നത്. ഇവരുടെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് ഞങ്ങൾക്കറിയില്ല. പേരറിയാമെന്നുള്ളവർ ഇവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് ഇവരെയാണ്. ഇവർ എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഒരുപാട് നേരം ഞങ്ങളവിടെ ഇവരെ തന്നെ നോക്കി നിന്നു കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് അവിടെ നിന്ന് കാണുമ്പോൾ അത്രയേറെ മനോഹാരിത തോന്നിക്കുന്നുണ്ടായിരുന്നു. കണ്ണിന് കുളിർമയേകുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾക്ക് അക്വേറിയത്തിനകത്ത് കാണാൻ സാധിച്ചത്. ഇവരുടെ പേരറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കൃത്രിമ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നതും കാഴ്ചയ്ക്ക് മനോഹരവുമായിട്ടുള്ള മത്സ്യങ്ങളെയാണ് നാം എല്ലാവരും വീട്ടിൽ അലങ്കാരത്തിനായിട്ട് വളർത്തുന്നത്. അപ്പോൾ ഇവയ്ക്കാണ് നമ്മൾ അലങ്കാര മത്സ്യങ്ങളെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഗോൾഡ് ഫിഷ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇതാണ് ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. മനുഷ്യൻ വളർത്താൻ തുടങ്ങിയ ഏറ്റവും ആദ്യത്തെ വളർത്തു മത്സ്യമാണ് ഈ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത്. ഇതൊരു ശുദ്ധജല മത്സ്യമാണ്. ഇവ കാർപ്പ് കുടുംബത്തിൽപ്പെട്ടവയാണ് കേട്ടോ. ഞങ്ങളും ആദ്യമായിട്ട് വീട്ടിൽ വാങ്ങി വളർത്തിയ മീനും ഈ ഗോൾഡ് ഫിഷ് തന്നെയാണ് കേട്ടോ. ആദ്യമായിട്ടൊക്കെ മീൻ വളർത്തുന്നവർക്ക്, അലങ്കാര മത്സ്യങ്ങളൊക്കെ വീട്ടിൽ വാങ്ങി വളർത്തുന്നവർക്ക് ഗോൾഡ് ഫിഷാണ് മിക്കവാറും എല്ലാവരും വീട്ടിലൊക്കെ വാങ്ങി വളർത്താറുള്ളത്.
ഫിഷ് ടാങ്കിനകത്തൊക്കെ ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് അതിൻ്റെ ഒരു മൂവ്മെൻ്റൊക്കെ കണ്ട് ആസ്വദിക്കാനും നല്ല രസമാണ്. അതിങ്ങനെ ഓടിക്കളിക്കുന്നത് കാണാനും. അതിൻ്റെ നിറമാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ഇനമുണ്ട് കേട്ടോ. ഗോൾഡ് ഫിഷ് തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഞങ്ങൾക്ക് അക്വേറിയത്തിൽ കാണാൻ സാധിച്ചു. വളരെ മനോഹരമായിട്ടുള്ളൊരു മീൻ തന്നെയാണിത്. കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്ന ഒരു ഫിഷ് തന്നെയാണിത്. ഇത് ചൈനയിലാണ് ആദ്യമായിട്ട് വളർത്താൻ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ മീൻ കണ്ടോ, ഇതാണ് വൈറ്റ് കാർപ്പ് എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു മത്സ്യമാണിത്. വീട്ടിൽ വളർത്താൻ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു മത്സ്യമാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ മെയിനായിട്ടും ഈ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഇവിടെ കോയി കാർപ്പ് ഉണ്ട്, എന്നാലും വൈറ്റ് കാർപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്.
പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ മീനിനെ ഒത്തിരി ഇഷ്ടമായി. ഇതിന് മോളി എന്നാണ് പറയുന്നത്. ഇത് 3-4 കളറുണ്ട് കേട്ടോ. യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഒരുമിച്ച് കിടക്കുമ്പോൾ ഇതിനെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൽ നിന്ന് വാങ്ങിയില്ല, ഇവിടെ ഉണ്ട്. എന്നാലും ആ ഒരു ഭംഗി കണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനൊക്കെ അവിടെ നിന്ന് സെലക്ട് ചെയ്തു കേട്ടോ വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീനിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 600 റുപ്പീസിനാണ് അവിടെ നിന്ന് മീൻ വാങ്ങിയിട്ടുള്ളത്. വില ഇച്ചിരി കൂടുതലാണ്, ഹോൾസെയിലായിട്ട് വാങ്ങിക്കുന്നതാണ് നല്ലത് എന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഫിഷ് ടാങ്കിനകത്തിടുന്ന സാധനങ്ങളാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മീനുകളാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.